പ്രിയപ്പെട്ട കുട്ടികളെ, മോഡ്യൂൾ 3-ലെ കൺസൈൻമെൻറ്റ് അക്കൗണ്ട്സ് എന്ന സെക്ഷനിലെ ട്രീറ്റ്മെൻറ്റ് ഓഫ് സം ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ്, അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ്, കൺസൈൻമെൻറ്റ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ടേംസിൻ്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ലെറ്റ്സ് വി സ്റ്റാർട്ട് ദ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആൻഡ് in connection with the consignment account. First one is goods returned by consignee. The consignee may return goods to the consignor if they are defective or not required. Such goods are valued at cost price or invoice price as the case may be. The returned goods are credited to consignment account. The journal entry in the books of consignor is none other than goods returned account debtor to consignment. അപ്പം ഒന്നാമത്തെ ഒരു ടേം ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദി കൺസൈനി എന്ന് പറഞ്ഞാൽ കൺസൈനർ വിൽക്കാൻ വേണ്ടി നമ്മുടെ കൺസൈനിക്ക് സാധനങ്ങൾ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം കൺസൈനി എന്ത് ചെയ്യുന്നു, ഇത് ഒന്നില്ലെങ്കിൽ ഡിഫക്റ്റീവ് ആവുക അല്ലെങ്കിൽ വിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക, അങ്ങനെയൊക്കെ ആകുമ്പം ഗുഡ്സ് തിരിച്ചയക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തിരിച്ചയക്കുന്ന ഇതിനെയാണ് ഗുഡ്സ് റിട്ടേൺഡ് ബൈ കൺസൈനി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഗുഡ്സ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ ഇൻവോയ്സ് പ്രൈസ് ആസ് ദ കേസ് മേ ബി. അത് കോസ്റ്റ് പ്രൈസിലാണോ കൊടുത്തിരിക്കുന്നത്, ഇൻവോയ്സ് പ്രൈസിലാണോ കൊടുത്തിരിക്കുന്നത്, അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് അത് വാല്യൂ ചെയ്യാം. എനിവേ, ഇങ്ങനെ റിട്ടേൺ ചെയ്യുന്ന ഗുഡ്സ് നമ്മുടെ കൺസൈനറുടെ ബുക്കിൽ ആ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തും. ആ രേഖപ്പെടുത്താനുള്ള ജേർണൽ എൻട്രി ആണ് ഗുഡ്സ് റിട്ടേൺഡ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഗുഡ്സ് കൊടുക്കുന്ന സമയത്ത് ഒരു ജേർണൽ എൻട്രി ഉണ്ടായിരുന്നു, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. സോ അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്തത്, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് കൊടുക്കുന്ന സമയത്ത് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ഇവർ തിരിച്ചെടുക്കുന്ന സമയത്ത് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിന് ക്രെഡിറ്റ് കൊടുത്താൽ മതി. അതാണ് ഗുഡ്സ് റിട്ടേൺഡ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ഒരു ടേം. അപ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഗുഡ്സ് തിരിച്ചു വരുന്ന സമയത്തുള്ള ജേർണൽ എൻട്രി ഗുഡ്സ് റിട്ടേൺഡ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ദെൻ രണ്ടാമത്തെ ഒരു കേസാണ് അഡ്വാൻസ് ഗിവൺ ബൈ കൺസൈനി. യൂഷ്വലി ദ കൺസൈനർ ഡിമാൻഡ്സ് അഡ്വാൻസ് ഫ്രം ദ കൺസൈനി ആസ് സെക്യൂരിറ്റി അഗൻസ്റ്റ് ദ ഗുഡ്സ് കൺസൈൻഡ്. ദ അഡ്വാൻസ് മേ ബി മെയ്ഡ് ബൈ ക്യാഷ് ഓർ ബൈ ചെക്ക് ഓർ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് വഴിയോ അല്ലെങ്കിൽ ക്യാഷോ ആയിട്ടോ ചെക്കായിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ കൺസൈനിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമ്മുടെ അഡ്വാൻസ് ആണ് കൺസൈനി കൊടുക്കുന്നതെങ്കിൽ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ അല്ലെങ്കിൽ അക്കൗണ്ട് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി എന്നാണ്. അത് കൺസൈനറുടെ ബുക്കിലാണ് അങ്ങനെ എഴുതുക. കൺസൈനറുടെ ബുക്കിൽ ക്യാഷ്, ബാങ്ക്, ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി. ഇനി കൺസൈനിയുടെ ബുക്കിലാണ് എഴുതുന്നത് എങ്കിൽ കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ചെക്ക്, ബിൽസ് പേയബിൾ എക്സെട്ര എന്ന് പറഞ്ഞിട്ടാണ്. ബിൽസ് പേയബിൾ അല്ലെങ്കിൽ അക്കൗണ്ട്സ് പേയബിളോ അങ്ങനെയാണ് എഴുതുക. ഒക്കെ പ്രത്യേകം ശ്രദ്ധിച്ചുള്ള അഡ്വാൻസ് ഗിവൺ ബൈ കൺസൈനി. കൺസൈനി കൊടുക്കുകയാണെങ്കിൽ കൺസൈനറുടെ ബുക്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ, അതും അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനീസ് അക്കൗണ്ട് എന്നാണ് എഴുതുക. കൺസൈനറുടെ ബുക്കിൽ ക്യാഷോ അല്ലെങ്കിൽ ബാങ്കോ കിട്ടുമല്ലോ. അപ്പം ക്യാഷ് അസറ്റാണ്, അപ്പോൾ ഡെബിറ്റ് വട്ട് കംസിനാണല്ലോ. അപ്പോൾ അത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനീസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. ഇനി കൺസൈനിയുടെ അക്കൗണ്ടിലാണെങ്കിൽ കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, ചെക്ക്, ബാങ്ക്. അവിടെയും നമ്മുടെ പഴയ ഡെബിറ്റും ക്രെഡിറ്റിൻ്റെ റൂൾ തന്നെയാണ്. ക്യാഷ് പോയി അല്ലെങ്കിൽ അസറ്റ് പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ക്രെഡിറ്റ് ചെയ്യും. അപ്പം ഒന്നും കൂടി, കൺസൈനറുടെ ബുക്കിൽ ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു കൺസൈനി എന്നും, കൺസൈനിയുടെ ബുക്കിൽ കൺസൈനർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ ചെക്ക്, ബിൽസ് പേയബിൾ എന്നാണ് എഴുതി വെക്കുക. ഇതാണ് രണ്ടാമത്തെ ഒരു ടേം എന്ന് പറയുന്നത്. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് ടേം കണക്റ്റഡ് വിത്ത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്, ഇറ്റ് ഈസ് നൺ അതർ ദാൻ ബാഡ് ഡെപ്റ്റ്. ദ കൺസൈനി മേ സെൽ എ പാർട്ട് ഓഫ് ദ ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കൺസൈൻമെൻറ്റ് ട്രാൻസാക്ഷനിൽ നമ്മുടെ കൺസൈനി ക്യാഷിനോ അല്ലെങ്കിൽ ക്രെഡിറ്റിനോ വിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പം നോർമൽ കേസിൽ ദ കൺസൈനി മേ സെൽ എ പാർട്ട് ഓഫ് ദി ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്.
When the goods are sold on credit, the problem of bad debt arises. Now, the question is, who will bear the loss on account of bad debt? Consignor or consignee? ഇവിടെയാണ് നമ്മുടെ വലിയൊരു പ്രശ്നം വരുന്നത്. സാധാരണ രീതിയിൽ ഈ കൺസൈൻമെൻറ്റ് ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് കൺസൈനി എന്ത് ചെയ്യും, ഈ ഗുഡ്സൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമം നടത്തും. അപ്പം അയാൾ ഒന്നുമില്ലെങ്കിൽ അത് ക്യാഷിന് വിൽക്കും, അല്ലെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കും. ക്രെഡിറ്റിന് എന്ന് പറഞ്ഞാൽ കടത്തിന് വിൽക്കുക എന്ന് പറയില്ലേ. അങ്ങനെ കടത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കടത്തിന് കൊടുത്ത സാധനത്തിൻ്റെ ക്യാഷ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഒരു ക്വസ്റ്റ്യനാണ്. അങ്ങനെ ആകുമ്പോഴാണ് എന്ത് പറയുന്നത്, ബാഡ് ഡെപ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോഴാണ് ഒരു ചോദ്യം മുന്നിൽ വരിക, ആര് ഇത് സഹിക്കും? യെസ്, ഹൂ വിൽ ബിയർ ദ ലോസ് ഓൺ അക്കൗണ്ട് ഓഫ് ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ കാശൊന്നുമില്ല. അപ്പം ഒന്നുമില്ലെങ്കിൽ കൺസൈനർ പറയും, നിങ്ങളുടെയൊക്കെ വേണ്ടി നീയല്ല വിറ്റത്, അപ്പം നീ സഹിക്കണം. അല്ലെങ്കിൽ കൺസൈനി പറയും, അതൊന്നും എനിക്കറിയില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിറ്റത്, അയാൾ തരാതെ ഞാൻ എന്ത് ചെയ്യും? അതാണ് പറഞ്ഞത്. നൗ ദ ക്വസ്റ്റ്യൻ ഈസ് ഹൂ വിൽ ബിയർ ദ ലോസ് ഓൺ അക്കൗണ്ട് ഓഫ് ബാഡ് ഡെപ്റ്റ്, കൺസൈനറോ കൺസൈനിയോ? ഈ ഒരു പ്രശ്നം, ദിസ് ഡിപ്പെൻഡ്സ് അപ്പോൺ വെദർ del credere commission is given to the consignee or not. This depends upon whether del credere commission is given to the consignee or not. കൺസൈനിക്ക് del credere commission. എന്താ ഈ del credere? ഒന്നുമില്ല. del credere commission means extra commission. അപ്പം if the del credere commission is given to the consignee, he will bear the bad debt. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മീഷൻ എന്തായാലും കൊടുക്കും. ആ കമ്മീഷൻ്റെ മുകളിൽ എക്സ്ട്രാ കമ്മീഷനും കൂടി തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തരാൻ കൺസൈനർ തയ്യാറായിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട് എങ്കിൽ ഇത് നമ്മുടെ കൺസൈനി സഹിച്ചോളൂ, ഇങ്ങനെ ഒരു നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ. അതാ പറഞ്ഞത്, ഇഫ് ദ del credere commission is given to the consignee, he will bear the bad debt. അതർവൈസ്, ഇനി അങ്ങനെ കൊടുക്കുന്നൊന്നുമില്ല എങ്കിൽ, otherwise consignor will have to bear all the losses of bad debt. Otherwise consignor will have to bear all the losses of bad debt. എന്ന് പറഞ്ഞാൽ വിൽക്കുന്നതിന് എന്തായാലും കമ്മീഷൻ കൊടുക്കും. ഇനി അങ്ങനെ കടത്തിനും കൂടി വിറ്റ് കഴിഞ്ഞിട്ട് ബാഡ് ഡെപ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ കൺസൈനിക്ക് കുറച്ചൊരു എക്സ്ട്രാ കമ്മീഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ ആരെ സഹിച്ചോളും? കൺസൈനി സഹിച്ചോളും. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഇനി അങ്ങനെ അല്ല എങ്കിൽ, അങ്ങനെയൊന്നുമല്ല, സാധാരണ നോർമലായിട്ടുള്ള ഇതേ തരൂ, കമ്മീഷനെ തരൂ എങ്കിൽ കടത്തിന് കൊടുത്തിട്ട് ബാഡ് ഡെപ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആര് സഹിക്കണം? നമ്മുടെ കൺസൈനർ സഹിക്കണം എന്നുള്ളതാണ്. സോ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, del credere commission means extra commission given to consignee for bearing the credit or bearing the loss or on account of bad debt. അതാണ് ബാഡ് ഡെപ്റ്റിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് എ തേർഡ് ഇമ്പോർട്ടൻ്റ് ടേം. Then now let us see the treatment of consignment goods. ഗുഡ്സിൽ വാല്യുവേഷൻ ഓഫ് കൺസൈൻമെൻറ്റ് സ്റ്റോക്ക്. കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് എങ്ങനെ വാല്യൂ ചെയ്യും? വാല്യുവേഷൻ ഓഫ് കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് നോക്കിക്കോളുക. At the end of the accounting year, part of the goods consigned may remain unsold with the consignee. ചിലപ്പോൾ അക്കൗണ്ടിങ് ഇയറിൻ്റെ ക്ലോസിൽ ഈ വിൽക്കാൻ നമ്മുടെ കൺസൈനിക്ക് കൊടുത്തല്ലോ, അത് ചിലപ്പം മൊത്തം വിറ്റ് പോയിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടാവില്ല. എപ്പോഴും മൊത്തം വിറ്റ് പോകാനുള്ള സാധ്യതയില്ല. സച്ച് അൺസോൾഡ് ഗുഡ്സ് ഷുഡ് ബി വാല്യൂഡ് ആൻഡ് ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. അങ്ങനെയുള്ള അൺസോൾഡ് ഗുഡ്സ് ഷുഡ് ബി വാല്യൂഡ് ആൻഡ് ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ആരാപ്പം? അത് കൺസൈനറാണ്. അപ്പം അങ്ങനെയുള്ള അൺസോൾഡ് ഗുഡ്സ് വാല്യൂ ചെയ്യണം. ആ വാല്യൂ ഓഫ് സ്റ്റോക്കിൻ്റെ വാല്യൂ നമ്മുടെ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും വേണം. ദ വാല്യുവേഷൻ ഓഫ് കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് ഈസ് ഡൺ ഓൺ ദ സെയിം പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഡിനറി സ്റ്റോക്ക്. ഓർഡിനറി സ്റ്റോക്ക്, സാധാരണ നമ്മൾ സ്റ്റോക്ക് എങ്ങനെയാണോ വാല്യൂ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് കൺസൈൻമെൻറ്റ് സ്റ്റോക്കും വാല്യൂ ചെയ്യുന്നത്. So thus it is valued at either market price or cost price, whichever is less. മാർക്കറ്റ് പ്രൈസോ കോസ്റ്റ് പ്രൈസോ ഏതാണോ കുറവ് അതിൻ്റെ അടിസ്ഥാനത്തിലേക്കാണ്. അപ്പോൾ അതൊന്നും നമ്മളെ വലിയ കാര്യമായിട്ട് ഇവിടെ ബാധിക്കുന്നില്ല. ഹൗവർ കോസ്റ്റ് പ്രൈസ് ഇൻക്ലൂഡ് ഓൾ നോൺ റെക്കറിംഗ് എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദി കൺസൈനർ. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്
നോൺ റിക്കറിങ് ആവർത്തിച്ച് വരാത്ത എക്സ്പെൻസ്, ആവർത്തിച്ച് വരാത്ത ചെലവ് എന്നാണ് പറയുക. ആ ചെലവെല്ലാം തന്നെ ഉൾപ്പെടുന്നതും കൂടി ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം കൺസൈൻമെൻറ്റിൽ കൺസൈനർ ഗുഡ്സ് കൺസൈനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം വിൽക്കാതെ ഗുഡ്സ് ഉണ്ടെങ്കിൽ അത് വാല്യൂ ചെയ്യണം. അത് വാല്യൂ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ എത്രയാണോ അത് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ആ വാല്യുവേഷൻ നടക്കുന്നത് സാധാരണ ഓർഡിനറി സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നടക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസിലോ കോസ്റ്റ് പ്രൈസ് ഏതാണോ കുറവ് അതിൻ്റെ അടിസ്ഥാനത്തിലേക്കാണ് അത് വാല്യുവേഷൻ നടക്കുന്നത്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഓൾ നോൺ റിക്കറിങ് എക്സ്പെൻസ്, ആവർത്തിച്ച് വരാത്ത എക്സ്പെൻസ് എന്നാണ് പറയുക. നോൺ റിക്കറിങ് എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ദി കൺസൈനർ. ഇതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഓഫ് കൺസൈൻമെൻറ്റ് സ്റ്റോക്കിൽ സംഭവിക്കുന്നത്. നൗ ദ കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് ഇൻ ദ ഫോളോയിങ് മാനർ. ഇതപ്പോൾ നിങ്ങൾക്കിപ്പം മുന്നിൽ കാണാൻ പറ്റും. കോസ്റ്റ് ഓഫ് അൺസോൾഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ 1000 യൂണിറ്റ് തരുന്നു, എന്താ പറയുക 500 യൂണിറ്റ് വിറ്റു. അപ്പോൾ അൺസോൾഡ് ആയിട്ടുള്ളത് 500 യൂണിറ്റ്. ആ 500 യൂണിറ്റിൻ്റെ കോസ്റ്റ് പ്രൈസ്. ദെൻ ആഡ് പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസസ് ഓഫ് കൺസൈനർ. കൺസൈനറുടെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് അതിൽ ആഡ് ചെയ്യും. നോൺ റിക്കറിങ് ആവർത്തിച്ച് വരാത്ത. അതേപോലെ തന്നെ ആഡ് പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസസ് ഓഫ് കൺസൈനി. അത് കൺസൈനി വിട്ടു കൊടുക്കില്ല. അപ്പോൾ കൺസൈനിയുടെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ച് വരാത്തതെന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഫ്രൈറ്റ് കൊടുത്തു. ഫ്രൈറ്റ് ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്രൈറ്റ് ഒന്നും കൊടുക്കണ്ട. അതേസമയം മറ്റ് എക്സ്പെൻസ്, അതർ എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണെന്ന് കറക്റ്റായിട്ട് ക്വസ്റ്റ്യനിലൊന്നും കൺഫേം ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞില്ലെങ്കിൽ ആ എമൗണ്ട് ഇഗ്നോർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാണ് ഞാൻ പ്രത്യേകം നോട്ടായിട്ട് ഇതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. ഇഫ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ കൺസൈനീസ് നോൺ റിക്കറിങ് എക്സ്പെൻസസ് ആർ നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, ഇറ്റ് ഷുഡ് ബി ഇഗ്നോർഡ്. ഡീറ്റെയിൽസ്, അതായത് നോൺ റിക്കറിങ് എക്സ്പെൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് തരുന്നില്ല. നോൺ റിക്കറിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരാത്തത്. വൺസ് ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഒറ്റയടിക്ക് ഒരുമിച്ച് ആയി എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അറ്റ്ലീസ്റ്റ് ഞാൻ തരുന്ന ഈ ഒരു വീഡിയോയും അതേപോലെ തന്നെ സപ്ലൈ ചെയ്യുന്ന നോട്ട്സും ഒരു 2-3 തവണ വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ബോധം കിട്ടുമെന്നും പോകരുത്. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു.